വിനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യണം. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഗോബി മഞ്ചൂരിയൻ ആണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: കോളിഫ്ലവർ ഒരെണ്ണം 300 ഗ്രാമിൻ്റെ അടുത്താണ്. കാശ്മീരി മുളക് പൊടി അല്ലെങ്കിൽ നമ്മുടെ സാധാ മുളക് പൊടി അത് 1.5 ടീസ്പൂൺ. മൈദ 6 ടേബിൾ സ്പൂൺ. കോൺഫ്ലോർ 2 ടേബിൾ സ്പൂൺ. ഉപ്പ് ആവശ്യത്തിന്. പഞ്ചസാര 1 ടേബിൾ സ്പൂൺ. സൺഫ്ലവർ ഓയിൽ വറക്കാൻ ആവശ്യത്തിന് ഉള്ളത്. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. പച്ചമുളക് ഒരെണ്ണം. സോയാ സോസ് 1.5 ടേബിൾ സ്പൂൺ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ. സവാള 2 എണ്ണം ചെറുത് ഡയസായിട്ട് കട്ട് ചെയ്തത്. റെഡ് ചില്ലി ക്രഷ് ചെയ്ത് 2 എണ്ണം. വെള്ളം. സോയാ സോസ് 2 ടേബിൾ സ്പൂൺ. എഗ്ഗ്. ഇനി നമ്മളൊരു എഗ്ഗ് ഓപ്ഷണലാണ്. ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് മൈദയും കോൺഫ്ലവറും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യുകയാണ്. അതിലേക്ക് റെഡ് ചില്ലി പൗഡറിൻ്റെ പകുതി ഇട്ടു. ഉപ്പ്, കുരുമുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിൻ്റെ പകുതിയാണ് ഇടുന്നത്, എല്ലാത്തിനും പകുതി. കുരുമുളക് പൊടി മുഴുവൻ ഇട്ടു. സോയാ സോസ്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യണം. പഞ്ചസാരയും കൂടി ഇടണേ. ഇപ്പോൾ നമ്മൾ വെള്ളത്തിലാണ് ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മുട്ടയിലും ചെയ്യാം. മുട്ടയിൽ ചെയ്തിട്ട് നല്ല കട്ടിയായിട്ടുള്ള തിക്ക് ബാറ്ററായിട്ടാണ് എടുക്കണം, എന്നാലേ അതിൽ പിടിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഇത്തിരി ലൂസായി പോയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് കുറച്ച് പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അതിൽ പിടിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ തിക്ക് ബാറ്ററായിരിക്കണം. ഇപ്പോൾ ഇത് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കോളിഫ്ലവർ ഇട്ടിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇതിട്ട് വറുത്ത് കോരാം. ഇത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇതായിട്ടുണ്ട്, നമുക്കെടുക്കാം. അത് അടുത്തതും അതുപോലെ തന്നെ വറുത്ത് കോരാം. ഇനി നമ്മളൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ അതിൽ നിന്ന് തന്നെ എടുത്ത് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ആ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു. ഒന്ന് സോട്ട് ചെയ്തു, ഒന്ന് ഇളക്കി. ഇനി പച്ചമുളക് ഇട്ട് കൊടുത്തു. സവാള ഇട്ട് കൊടുത്തു. സവാള ചെറിയ 2 സവാള മതിയേ, അല്ലെങ്കിൽ നമ്മൾ കളറൊന്നും ചേർക്കാത്തതുകൊണ്ട് സവാള മാത്രം വെളുത്ത് കിടക്കും. ക്രഷ്ഡ് ചില്ലി ഇട്ട് കൊടുത്തു. പെപ്പർ പൗഡർ ഇട്ട് കൊടുത്തു. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ കോളിഫ്ലവർ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ ആ പാത്രം എന്താ പറയുക, പൊടി കുഴച്ച പാത്രമില്ലേ, അതിൽ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ ഒഴിച്ചു കൊടുത്തേക്കണത്. അപ്പോൾ അതിൽ കോൺഫ്ലവർ വേറെ ആഡ് ചെയ്ത് കൊടുക്കണ്ടല്ലോ. സോയാ സോസ് കുറച്ച് ഒഴിച്ച് നമ്മൾ ടൊമാറ്റോ സോസ് ഇട്ട് കൊടുത്തു. നമുക്ക് വേണമെങ്കിൽ ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. അപ്പോൾ എനിക്കില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാത്തത്. ഉപ്പ് ഇട്ട് കൊടുക്കുകയാണേ. കുറച്ച് റെഡ് ചില്ലി മുളക് പൊടി ഇട്ട് കൊടുത്തു.
ഒന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണേ. അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇപ്പം നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.